ഹായ് ഓൾ ദിസ് കോക്ക് ഇ ഡി ആരും പേടിക്കേണ്ട. മറ്റേ കേന്ദ്രത്തിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് അല്ല, പ്രമുഖന്മാരൊന്നും പേടിക്കേണ്ട. ദിസ് ഈസ് എക്സ്ട്രാ ഡീസൻറ്റ് സിനിമയാണ്. ഡയറക്ടർ ആമീർ പള്ളിക്കൽ, ആഷിഫ് കക്കോടിയാണ് എഴുതിയിരിക്കുന്നത്. ഷാരോൺ ശ്രീനിവാസാണ് DOP, ശ്രീത് സാരംഗ് എഡിറ്റിംഗ്, പിന്നെ മ്യൂസിക് അങ്കിത് മേനോൻ. തകർത്തിട്ടുണ്ടാ. അതായത് ഇതിലൊരുപാട് സോങ്സ് ഉണ്ട്. അതിൽ പല പല ടൈപ്പ് ഓഫ് സോങ്സ് ഉണ്ട്, റാപ്പുണ്ട്. പക്ഷെ എല്ലാത്തിനും പുള്ളി കൊടുത്തിരിക്കുന്നൊരു പടത്തിൻ്റെ മൂഡ് കിട്ടുമായിട്ട് പുള്ളി എൻഹാൻസ് ചെയ്തിട്ടുണ്ട്. അതും സോങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പാട്ട് പിന്നെ ഒരു പാട്ട് അങ്ങനെയല്ല, സിനിമയോട് ചേർന്നുകൊണ്ട് ഇപ്പോൾ സ്കോറെന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഒറിജിനൽ സ്കോർ പോലെ തന്നെ സോങ്സ് ഇങ്ങനെ പോകുന്നു. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ സ്കോഴ്സ് കൂടിയാണ് പല ഇമോഷൻസും കൺവേ ചെയ്യുന്നത്. പിന്നെ ഈ സിനിമ ബേസിക്കലി ഡാർക്ക് ഹ്യൂമറാണ്. അപ്പോൾ ഈ രണ്ടും പിടിക്കണം. ഹ്യൂമറിൻ്റെ സ്ഥലത്ത് ഹ്യൂമറും സ്കോറിൽ പിടിക്കണം, ഡാർക്കാവുന്ന സമയത്ത് ആ ഒരു ഇമോഷനും പിടിക്കണം. അത് രണ്ടും കൃത്യമായിട്ട് അടന്ന് മുറിച്ച് കാച്ചി കുറുക്കി അങ്കിത് മേനോൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സൗണ്ട് ഡിസൈനും മിക്സും ഒക്കെ കിടുവാണ്. വിക്കി ആണ് സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്, അരവിന്ദ് മേനോനാണ് ഫൈനൽ മിക്സ്. അതായത് ചുമ്മായിട്ട് ഈ സ്കോറ് അങ്ങനെ പഠിപ്പിച്ചത് അങ്ങ് നമ്മളെ കേൾപ്പിക്കുന്നുള്ളതല്ല. ഇതിൽ ഡയറക്ടറും അതിൽ മിടുക്കനാണ്. അതിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമുണ്ട്. അതായത് പല സീൻസിലും ഡയലോഗ് ഉപയോഗിച്ചിരിക്കുന്ന രീതി, അതായത് സൗണ്ടിൽ കൂടെ കൺവേ ചെയ്തിരിക്കുന്ന രീതി, ചില സമയത്തുള്ള സൈലൻസ്, അങ്ങനെ പലതരത്തിൽ. അതായത് സിനിമ കണ്ട് തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവും പണി അറിയുന്ന ആൾക്കാരാണോ ചെയ്തിരിക്കുന്നത്. അത് ഈ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴേ മനസ്സിലായി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും നല്ല രീതിക്കാണ് പണിയെടുത്തിരിക്കുന്നത്. ഈ സിനിമയുടെ എല്ലാം എന്ന് പറയുന്നത് സുരാജ് വെഞ്ഞാറമൂടാണ്. വാട്ട് എ പെർഫോമൻസ്! അതായത് സുരാജ് കുറച്ച് നാളുകളായിട്ട് ഭയങ്കര ആവർത്തന വിരസതയായിരുന്നു. അതായത് പുള്ളി അറിയാം, പുള്ളി പിന്നെ എണ്ണം പറഞ്ഞ കൊമേഡിയനാണ് മലയാളത്തിൽ. പക്ഷേ പുള്ളി അതിൽ നിന്ന് ട്രാക്ക് മാറ്റി. പിന്നെ ഈ അടുത്ത കാലത്തായിട്ട് പുള്ളി ഇത് തന്നെ, പുള്ളിയുടെ ഒരേ തരത്തിലുള്ള സീരിയസ് ക്യാരക്ടേഴ്സ്. ഇത് പഴയ കോമഡി ട്രാക്കും അല്ല, പുള്ളി ഇത്രയും നാളെ ചെയ്ത് വന്ന സീരിയസ് ട്രാക്കും അല്ല. ഇത് അറിയാലോ, ഒരു അമ്നീസിയൊക്കെ ബാധിച്ചിട്ടുള്ള കുറച്ച് സൈക്കോ ആയിട്ടുള്ള ഒരു കഥാപാത്രം. അപ്പോൾ അത് അദ്ദേഹം പുൾ ഓഫ് ചെയ്തിരിക്കുന്നത് ഗംഭീരമായിട്ടാണ്. അതായത് സുരാജിനെ തന്നെ നമുക്ക് കാണാൻ പറ്റില്ല. നമ്മൾ ഇത്രയും നാൾ കണ്ടിട്ടുള്ള സുരാജയല്ല, സുരാജാണെന്ന് തന്നെ മനസ്സിലാവില്ല. ഒന്നാമത് പുള്ളിയുടെ അപ്പിയറൻസ് ക്ലീൻ ഷേവ് ഒക്കെ ചെയ്തിട്ട് പുള്ളിയുടെ ഇതിലുള്ള ഡ്രസ് കോഡും പരിപാടികളൊക്കെ അങ്ങനത്താണ്. പിന്നെ പുള്ളിയുടെ ബോഡി ലാംഗ്വേജും പുള്ളി അത് അവതരിപ്പിച്ച രീതി, പുള്ളി ഇതിലുള്ള റാപ്പ് സോങ് ഡാൻസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഭയങ്കര എനർജറ്റിക് ആണ്. പക്ഷേ അതേസമയം വളരെ സബ്മിസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. അത് രണ്ടും പുള്ളി ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. സുരാജാണ് പടത്തിലെ ആ എല്ലാ സീൻസിലും സുരാജിൻ്റെ പെർഫോമൻസ് കൊണ്ടാണ് ഇതിങ്ങനെ കണ്ടിരിക്കാൻ പറ്റിയിട്ടുള്ളത്. ഇതൊരു ഫാമിലിയാണ്, ഒരു പ്രത്യേകതരം ഫാമിലിയാണ്. ഇത് പുറമേ നിന്ന് നോക്കുമ്പോൾ വളരെ നല്ല നന്മ നിറഞ്ഞ ഒരു സമാധാനമുള്ള ഫാമിലി. പക്ഷേ മിക്ക ഫാമിലികൾ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ അങ്ങനെ ആയിരിക്കില്ല. ഇത് വളരെ ഗ്രേ ഷെയ്ഡുള്ള ഒരു ഫാമിലി കൂടിയാണ്. ആരാണ് നല്ലത് ആരാണ് ചീത്ത എന്നൊന്നും നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റില്ല. എല്ലാവരും പ്രശ്നക്കാരാണ്. അതായത് മാടമ്പള്ളിയിലെ യഥാർത്ഥ മാനസിക രോഗി ആരാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഇതിൽ വിനയ് പ്രസാദൊക്കെ ഉണ്ട്. വിനയ് പ്രസാദിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെപ്പോലെ ഒരു ആക്ട്രസിനെ കൊണ്ട് അവരെ കാസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ക്യാരക്ടർ ചെയ്യിപ്പിച്ചത്. സെക്കൻഡ് ഹാഫിലൊക്കെ വിനയ് പ്രസാദൊക്കെ ഗംഭീരമായിട്ടാണ്. അവരെ ഒരു ബ്രേക്കിംഗ് ആണ്, ഒരു ഇമേജ് ബ്രേക്കിംഗ് കഥാപാത്രമാണ്. പിന്നെ സുധീർ കരമന അച്ഛനായിട്ട് സുരാജിൻ്റെ പുള്ളിയുടെ ഒരു കിളിബോർഡ് പോലത്തെ പരിപാടി ഉണ്ടല്ലോ പൊതുവിലുള്ള, അതിൻ്റെ കൂടെ പുള്ളിയുടെ ആക്ടിങ്ങും കിടുവാണ്. പിന്നെ ഗ്രേസിൻ്റെ കാര്യം അഭിനവ ഉർവശി ഓഫ് മലയാള സിനിമ. ഗ്രേസ് ആൻഡ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഗ്രേസിനെ സംവിധായകൻ പിടിച്ചു കിട്ടിയതാണ്. ഓവറാക്കി ചളമാക്കാൻ വിട്ടിട്ടില്ല. ഗ്രേസിനെ മാക്സിമം കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജെ.കെ ഉണ്ട്. ജെ.കെയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്ക് നീറ്റായിട്ട് പുള്ളിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള റോളാണ്. ഈ സിനിമയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഡാർക്ക് ഹ്യൂമർ. അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള പെയിൻഫുള്ളായിട്ടുള്ള ഇമോഷണലി ഒരു സാധാരണ മനുഷ്യൻ ഹേർട്ടാവേണ്ട, ബ്രേക്ക് ഡൗൺ ആവേണ്ട കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷേ അത് കാണുമ്പോൾ കോമഡിയാണ്. എന്നാൽ അത് ട്രീറ്റ്മെൻറ്റ് കോമഡിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ചിരി വരും. പക്ഷേ യഥാർത്ഥത്തിൽ സംഭവം കളി തമാശയല്ല, കളി കാര്യമാണ്. അപ്പോൾ അതാണല്ലോ ഡാർക്ക് കോമഡി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഉടനീളം ഈ ജോൺറെ പിടിച്ചിട്ട് ഉടനീളം കൺവിൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എസ്പെഷ്യലി ക്ലൈമാക്സ് ഒക്കെ എത്തിയ സമയത്തേക്ക് ഒരു ഡാർക്ക് കോമഡി പടത്തിന് വേണ്ട ഒരു ക്ലൈമാക്സ് തന്നെയാണ് ഈ സിനിമയ്ക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഈ സിനിമ ഡൗൺ ആവുന്ന ഒരു ഏരിയ ഉണ്ട്. എനിക്ക് പേഴ്സണലി ഡൗൺ ആയതായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്, സിനിമ തുടങ്ങി കുറച്ച് കഴിഞ്ഞ് സുരാജിൻ്റെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്. അത് ഗംഭീരമായിരുന്നു. അത് കഴിഞ്ഞ്
പിന്നെ കുറച്ച് ഒരു ഇൻ്റർവെല്ലിന് മുൻപ് വരെ കുറച്ച് സമയം കുറച്ച് ആവർത്തന വിരസതയും ഈ സുരാജിൻ്റെ അച്ഛനമ്മനെ ട്രീറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ റിപ്പീറ്റഡ്ലി കാണിച്ച് കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇൻ്റർവെല്ലോട് കൂടി ഒന്ന് സെറ്റായി. പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഡാർക്ക് കോമഡിയുടെ ഏറും കളിയാണ്. അലക്സാണ്ടർ പ്രശാന്ത്, സജിൻ ചെറുകയിൽ ഡോക്ടറായിട്ട്, പിന്നെ ഷാജു ഉണ്ട്, പിന്നെ ഡയറക്ടർ റാഫി ഉണ്ട്. പുള്ളി ഇപ്പോൾ ജോണിയനെ പോലെ എല്ലാ സിനിമയിലും കാര്യം അഭിനയിക്കാൻ തുടങ്ങി. ഒന്ന് പിന്നെ ദിൽന എന്ന് പറഞ്ഞ നടി, പിന്നെ നമ്മുടെ വിനീത് തട്ടൽ. പുള്ളിയെ ഞാൻ എപ്പോഴും ഏത് സിനിമയിൽ എനിക്ക് സ്ക്രീനിൽ കണ്ടു ഞാൻ അപ്പറടൻ അടിക്കാൻ തോന്നും. ടച്ചിങ്സ് പോലും വേണ്ട, പുള്ളിയെ കണ്ടാൽ മതി. പുള്ളിയെ കാണുമ്പോൾ അതിന് ആ ഒരു മൂട. പക്ഷേ ഇതിൽ പുള്ളി വെള്ളടിക്കാരനല്ല കേട്ടോ. പക്ഷെ എന്നാലും പുള്ളി ആസ് യൂഷ്വൽ മൂഡ് പിടിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ആസ് എ ഹോൾ സിനിമ ഉദ്ദേശിച്ചിരിക്കുന്നത് ഒരു ബ്ലാക്ക് ഹ്യൂമർ ജോൺറയാണ്. അത് പറ്റാവുന്ന രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനെ വന്നിട്ടുള്ള സിനിമകളിൽ ഗംഭീരമായിട്ട് വന്നിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് ഉണ്ണിമൂന്നൻ അസോസിയേറ്റ്സ് ആണ്. അത്രയൊന്നും ഇല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ ജോൺറെ പിടിച്ച് കുഴപ്പമില്ലാതെ രീതിയിൽ ചെയ്തു വെച്ചിട്ടുള്ള ഒരു സിനിമ. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, അതായത് വളരെ ട്രോമാറ്റിക് ആയിട്ടുള്ള വളരെ വിയേർഡായിട്ടുള്ള സിറ്റുവേഷനിൽ മനുഷ്യന് ഇൻ്റർകോഴ്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്, സെക്സ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. അത് ജീവിതത്തിലും പറ്റും. എത്രയോ സിനിമയിൽ അത് കാണിച്ചിട്ടുമുണ്ട്. ഒരുപാട് സിനിമകളുണ്ട്, റെഫറൻസസ് ഞാൻ പറയുന്നില്ല.